നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായി ആലോചിക്കേണ്ടവരോട്, അറിയിക്കേണ്ടവരോട് അറിയിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറ്റുന്നതായ വലിയ പോരായ്മ. അത് നമ്മുടെ അജ്ഞത കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് നാം ഒന്ന് ബോധപൂർവം ശ്രമിക്കണം. ചേർത്ത് വെച്ച് പറയട്ടെ, ഒരു പള്ളിയിലെ ഒരു 3 മേൽ കുർബാന വീട്ടുകാർ അതിനെക്കുറിച്ച് അങ്ങനെ അങ്ങ് വിചാരിച്ചു. വീട്ടുകാരങ്ങനെ ക്ഷണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ദൈവകൃപയാൽ വികാരിയോടും പ്രധാന ശുശ്രൂഷകനോടും 3 മേൽ കുർബാനയാണെന്ന് പറഞ്ഞില്ല. ബാക്കി കഥ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നാണ് എൻ്റെ വിചാരം. ശരിക്കും അത് അജ്ഞത കൊണ്ട് സംഭവിച്ചു പോയതാ. പക്ഷെ ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ വരുമ്പോഴുള്ളതായ പ്രയാസങ്ങൾ പിന്നീട് അവർ പരിഭവമായിട്ട് പറയുമ്പോൾ അതിനാരാണ് കുറ്റക്കാരൻ എന്നുള്ളത് ഒന്ന് സ്വയം ആലോചിച്ചാൽ മനസ്സിലാക്കും.